പിള്ളേർ സ്കൂളിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറടി ആട്ടോ. ഇപ്പോൾ ഞാൻ ജിമ്മിന് പോയിരുന്ന പറഞ്ഞിരുന്നില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായി പോയിട്ട് ഇനി റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ഗാർഡനിൽ കുറേ പൂക്കളായിട്ടുണ്ട്. ഇതൊക്കെ ആസ്വദിക്കും, പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിക്കില്ല. അമ്മയാണ് കേട്ടോ അതൊക്കെ ചെയ്യാറുള്ളത്, അച്ഛനും. പിന്നെ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കും. എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് അങ്ങനെ കാറിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ കേട്ടോ. പിന്നെന്താ, അമ്മ ഇങ്ങനെ ഓരോ പൂക്കളെയും പറ്റി സവിശേഷത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ പൂക്കളെന്ന് വെച്ചാൽ അമ്മായിരിക്കും ഗൈസ്. അപ്പോൾ കീത്തുനൊരു ഡ്രസ്സ് അടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. നിരുമ്പാമ്പൂലിട്ട് വെച്ച ചെമ്മീൻ കറിയാണ്, ഇന്നലെ തൈലക്കറി ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ മിനി ചേച്ചിട്ട്, നിങ്ങൾ എല്ലാവരും ചോദിക്കാറില്ലേ നമ്മുടെ വീട്ടിലെ സഹായത്തിന് തന്നെ ചേച്ചിനെ കാണിക്കാറില്ലല്ലോ എന്ന്. ഇതാണ് ഞങ്ങളുടെ മിനി ചേച്ചി. മിനി ചേച്ചി ആയാലും അമ്മയായാലും പറയും, മക്കളെ കുറച്ച് പാത്രങ്ങൾ മേടിക്കുക, പാത്രങ്ങളില്ല കുറവാണ്, എന്നാൽ പിന്നെ മേടിക്കാൻ മേടിച്ചു. 600 രൂപയ്ക്ക് വരുന്നൊരു 6 പാത്രങ്ങളാണ്, ഡിഫറെൻറ്റ് സൈസിലാണ് വരുന്നത്. എല്ലാത്തിനും മൂടിയുണ്ട് കേട്ടോ. അമ്മയ്ക്ക് പാത്രങ്ങൾ, പൂക്കൾ, ഇത് രണ്ടുമാണ് അമ്മയുടെ ജീവനും ജീവിതവും. ഇതിലേതെങ്കിലും ഒന്ന് പോയാലോ നശിച്ചാലോ അമ്മ സഹിക്കില്ല ഗൈസ്. ഒരു സ്പൂൺ എങ്ങാനും കാണാണ്ട് പോയാൽ അമ്മയ്ക്ക് രാത്രി ഉറക്കമുണ്ടാവില്ല. ഇതുപോലെയുള്ള അമ്മമാരും അമ്മായിമ്മമാരും വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ശ്രീദേവിക്ക് വളരെയധികം സന്തോഷമായി ഇത് കിട്ടിയപ്പോൾ. കാരണം ഇനി അമ്മയ്ക്ക് ഒരു മാസം ഒന്നും വേണ്ട, തൃപ്തിയായി. എന്നാൽ പിന്നെ ഞാനും ഗീതും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വൈ നോട്ട്, ഞങ്ങൾക്കിനി പുറത്തിറങ്ങാമല്ലോ. ഞങ്ങൾ ഫ്രീ ബേഡ്സ് അല്ലേ. ഐസ് പോട്ടിൽ പോയിട്ട് 2-3 ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. പിന്നെ കുറേ വെറുതെ ചുറ്റി നടന്നു. നമ്മുടെ വീട്ടിലുള്ളവർക്കും കുറച്ച് ഐസ്ക്രീം മേടിച്ചു, പിള്ളേർക്ക് ഐസ്ക്രീം മേടിച്ചു. പിന്നെ നമ്മുടെ സീതമ്മയ്ക്ക് ഇടാൻ കൂട്ടക്സ് മേടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ക്യൂടെക്സ് മേടിച്ചു. അതിനുശേഷം അനിയൻ വിളിച്ചിരിക്കുന്നു, ചേച്ചി ഒരു ബിരിയാണി മേടിച്ചിട്ട് വരുമോ, നിങ്ങൾക്ക് ഇറങ്ങാൻ പോയിരിക്കുകയല്ലേ. എന്നാൽ പിന്നെ അനിയനും കെട്ടിയവനും ഒരു ബിരിയാണി വാങ്ങിച്ചു വീട്ടിലെത്തിയിട്ടോ.